അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും വഹാബികളുടെ ഓരോ ഭാവമാറ്റവും തൗഹീദ് തിരുത്തലും നിലപാട് തിരുത്തലും കാണുമ്പോൾ വഹാബികളെ കുതിരവട്ടത്ത് നിന്നോ ഊളംപാറയിൽ നിന്നോ ഇറക്കുമതി ചെയ്തതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. തൗഹീദിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ നിലപാടുകളിലും അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജിന്നും പിശാചും തമ്മിൽ സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിന്നാണോ മൂത്തത് പിശാചാണോ മൂത്തത് എന്ന് മാത്രമേ ആ ചർച്ച കൊണ്ട് സംവാദം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവർക്കും ജിന്നും പിശാചും ദൈവങ്ങൾ തന്നെയാണ്. വഹാബി പ്രസ്ഥാനം രൂപീകരിച്ച 1-ാം തീയതി മുതൽ വഹാബികൾ ഉന്നയിച്ച ഒരു വാദമായിരുന്നു അല്ലാഹു തആല അഭൗതികമാണ് എന്ന്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടവരും അഭൗതികമാണെന്ന് പറഞ്ഞു. അപ്പോൾ വഹാബികൾക്ക് 2 ദൈവങ്ങളായി. ഒന്ന് അല്ലാഹു തആല, 2 മരണപ്പെട്ടവർ. കാരണം രണ്ടും അഭൗതികമാണ്. അല്ലാഹനെ പോലെയാണ് മരണപ്പെട്ടവരും. കുറച്ചങ്ങോട്ട് പിന്നിട്ടപ്പോൾ മലക്കുകളും ജിന്നുകളും പിശാചുക്കളും അഭൗതികമായി. അതോടുകൂടി ഹൈന്ദവരെ പോലെ 33 കോടി ദൈവങ്ങളാണ് വഹാബികൾക്ക് പിന്നീട് പിറവി കൊണ്ടത്. അത് 2012 വരെ തുടർന്നു പോന്നു. 2012 ശേഷം ചില വഹാബികൾക്ക് ഒരു തോന്നൽ, കുറെ കാലമായല്ലോ അള്ളാഹുവിനെ പോലെയാണ് ജിന്നും പിശാചും എന്ന് നമ്മൾ പറയുന്നു. മക്കാ മുശ്രിക്കുകളുടെ അതേ വാദം തന്നെയാണല്ലോ നമുക്കുമുള്ളത് എന്ന് മനസ്സിലാക്കി വിഷ്ടം ജിന്നൂരി വിഭാഗം എന്ന പേരിൽ ഒരു വിഭാഗം പിറവിയെടുക്കുകയും അല്ലാഹു തആല മാത്രമാണ് അഭൗതികമെന്നും അല്ലാത്തതൊക്കെ ഭൗതികമാണെന്നും പറഞ്ഞു. അപ്പോൾ മരണപ്പെട്ടവരും ഭൗതികമാകുമല്ലോ എന്ന് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഇല്ല, അത് ഞങ്ങൾ ദൈവത്തിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടില്ല. ജിന്നിനെയും പിശാചിനെയും മാത്രമാണ് വെട്ടിയിട്ടുള്ളത്. അവർ സൃഷ്ടികളാണ്, മരണപ്പെട്ടവർ ദൈവങ്ങൾ തന്നെയാണ്. അപ്പോൾ അല്ലാഹു അല്ലാത്തതൊക്കെ ഭൗതികമാണെന്ന് നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അവരോട് ചോദിച്ചാൽ കടങ്കഥയിൽ ചോദ്യമില്ലെന്ന്. ഇങ്ങനെ നിലപാട് മാറ്റം ഉള്ളതുപോലെ തന്നെ വഹാബികളുടെ നേതാക്കളുടെ വിഷയത്തിലും അവർ മാറ്റം വരുത്തുകയാണ്. വഹാബിസം പ്രധാനമായും 2 ദിശകളിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സൗദി അറേബ്യയിലെ നജ്ദിൽ നിന്നും, 2 ഈജിപ്തിൽ നിന്നുമാണ്. ഈജിപ്ഷ്യൻ വഹാബിസമാണ് കേരളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുള്ളത്. അത് തനിച്ച യുക്തിവാദമാണ്. ഈജിപ്ഷ്യൻ വഹാബിസത്തിന്റെ നേതാവ് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ച് കിഴക്കുദിച്ച നക്ഷത്രം, ഞങ്ങളുടെ മഹോന്നത നേതാവ് എന്നൊക്കെയാണ് അവർ പരിചയപ്പെടുത്തിയത്. ജമാലുദ്ദീൻ അഫ്ഗാനിയെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ മുഹമ്മദ് അബ്ദുവിനെയും റഷീദ് റിളയെയും അംഗീകരിക്കാത്തവരാണ് സമസ്തക്കാർ. അതുകൊണ്ട് തന്നെ അവർ വഴിപിഴച്ചു പോയി, അവർ മുശ്രിക്കുകളായി പോയി, അവരെ കൊല്ലണമെന്ന് വരെ വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ അനുയായികൾ തന്നെയാണ് സമസ്തക്കാർ എന്നാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയോട് ഇവർക്ക് വല്ല അവമതിപ്പുമുണ്ടായോ എന്തോ അറിയില്ല. സമസ്തക്കാരുടെ നേതാക്കളായി ജമാലുദ്ദീൻ അഫ്ഗാനിയെയും റഷീദ് റിളയെയും മുഹമ്മദ് അബ്ദുവിനെയും വഹാബികൾ എണ്ണാൻ തുടങ്ങി. അതിന് കാരണമെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ മുഹമ്മദ് അബ്ദു, അദ്ദേഹം ഷിയാ സുന്നി യോജിപ്പിന് വേണ്ടി ശ്രമിച്ച ആളാണ്. അതിന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദ് ഉണ്ടല്ലോ ജമാലുദ്ദീൻ അഫ്ഗാനി, നമ്മളൊക്കെ വലിയ ഇസ്ലാഹി നേതാവാന്ന് പുകഴ്ത്തി പറയുന്ന ഒരു നക്ഷത്രം കിഴക്കുതിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ നക്ഷത്രത്തിനും ഷിയാ സ്വാധീനം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പ്രസംഗിച്ചിട്ട് ഒരു മൂവാറ്റുപുഴക്കാരനൊരു കേന്ദ്രമേരനെ വിളിച്ചിട്ട് ചൂടായി, എന്താ നിങ്ങൾ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. മനസ്സിലായി, ഉള്ളത് പറയാക്കാൻ പറ്റുമോ? കേന്ദ്രമുകാരി ചിത്ത പറഞ്ഞാലും
ആര് തന്നെ ചീത്ത പറഞ്ഞാലും യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ മുഹമ്മദ് അബ്ദു ഷിയ സ്വാധീനമുള്ള ആളായിരുന്നു. അയാള് ഷിയ സുന്നി യോജിപ്പിന് ശ്രമിച്ചു. അതിൽ സ്വാധീനം ഉൾക്കൊണ്ടിട്ട് റഷീദിലുള്ള തഫ്സീർ മനാറിന്റെ ആള് അദ്ദേഹം കുറെ കാലം നടന്നു. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ അദ്ദേഹം ബുക്ക് എഴുതി. ഇവർക്കൊക്കെ തെറ്റുപറ്റി. ജമാലുദ്ദീൻ അഫ്ഗാനി യുക്തിവാദിയാണ്, നിസ്കരിക്കാത്തവനാണ്, കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്ന് യൂസുഫ് നബ്ഹാനി എന്ന ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കാലക്കാരനായ മഹാപണ്ഡിതൻ എഴുതി വെച്ചത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിവിടെ ആവർത്തിക്കുന്നില്ല. ഈ പറഞ്ഞതിനൊക്കെ പുറമെ സാക്ഷാൽ വഹാബി നേതാവ് സക്കരിയ സ്വലാഹി തന്നെ പറയുകയാണ് അയാൾ ഷിയ നേതാവാണെന്ന്. മുഹമ്മദ് അബ്ദു, റഷീദ് റിള ഇവരൊക്കെ ഷിയ നേതാക്കളാണെന്ന്. ഈ ഷിയ നേതാക്കളുടെ അനുയായികളാണ് വഹാബികൾ, അല്ലാതെ സമസ്തക്കാരല്ല. അതുകൊണ്ട് തന്നെ സമസ്തക്കാർ ഷിയാക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ പുലമ്പേണ്ടതില്ല. നിങ്ങൾ തന്നെ നേതാവായി പരിചയപ്പെടുത്തിയ, കിഴക്ക് നക്ഷത്രം ഉദിച്ചെന്ന് പറഞ്ഞ വലിയ മഹോന്നത നേതാവായി തെരഞ്ഞെടുത്ത, അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉടലെടുത്ത ആശയങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന നിങ്ങൾ തന്നെയാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള തുടങ്ങിയവർ ഷിയാക്കളാണെന്ന് പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഷിയ നേതാക്കളുടെ അനുയായികളാണെന്ന് സമ്മതിക്കുന്നത്. വഹാബി നേതാക്കളുടെ വാമൊഴി തെളിവായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കേവലം സക്കരിയ സ്വലാഹിയുടെ വാക്കുകൾ മാത്രമല്ല, ഫൈസൽ മൗലവിയുടെയും വാക്കുകളിൽ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. സമസ്തയും സമസ്തക്കാരും ഷിയാക്കളാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് രക്ഷയില്ല. തെളിവുകളൊക്കെ ഭദ്രമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എല്ലാ വിഷയത്തിലും വെച്ച് പുലർത്തുന്ന നയനിലപാടുകൾ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സുഹൃന്നോമന പേരിട്ടുകൊണ്ട് ചത്തുപോയ കണാരനെയും ദേവി ദേവന്മാരെയും പിശാചുക്കളെയും ജിന്നുകളെയും പൂജിക്കുന്ന വഹാബികൾ പറയുന്നത് മുസ്ലിമീങ്ങളാണ് അത്തരം പൂജകളൊക്കെ ചെയ്യുന്നത് എന്ന്. അവസാനം വഹാബികൾക്കും അല്ലാത്തവർക്കും തെളിവുകളായി കൺമുന്നിൽ കാണിക്കപ്പെട്ടു. മുജാഹിദ് ബാലുശ്ശേരി ദേവി പൂജയ്ക്ക് വേണ്ടി അമ്പലങ്ങളിൽ കയറിയിറങ്ങുന്നത്. അതുപോലെ ഹിഫ്ളുർ റഹ്മാന്റെ വാക്കുകളും നാം ഇപ്പോൾ വാട്സപ്പിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഊളംപാറയിൽ നിന്ന് പുറത്തു ചാടുന്ന വഹാബികൾ പലതും പറയും. അത് നാം വിശ്വസിക്കേണ്ടതില്ല. ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന, റഷീദ് റിള എന്ന, മുഹമ്മദ് അബ്ദു എന്ന ഷിയ നേതാക്കളെ പേറുന്നതും അവരാണ് ഞങ്ങളുടെ നേതാക്കൾ എന്ന് പറഞ്ഞതും വഹാബികളാണ്, അല്ലാതെ സമസ്തക്കാരല്ല. അതുകൊണ്ട് സമസ്തക്കാർ ഷിയാക്കളാണെന്ന് പറയേണ്ടതില്ല. വഹാബികളാണ് ഷിയാക്കൾ. വഹാബികളുടെ നേതാക്കന്മാർ ഷിയ നേതാക്കളുമാണ്. അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുമെന്ന പഴഞ്ചൊല്ല് ഓർക്കുന്നത് നന്ന്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.